ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് pH വാല്യൂസ് ആണ് കേട്ടോ. നമുക്കറിയാം PSC എക്സാംസിലൊക്കെ ഇപ്പോൾ ഈ എന്താ പറയുക ആസിഡ് റെയിനിൻ്റെ pH വാല്യൂ എത്ര, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെ pH വാല്യൂ എത്ര, അങ്ങനെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ pH വാല്യൂ സാധാരണ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ജസ്റ്റ് കുറച്ച് മെമ്മറി ട്രിക്കുകളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറേ പേര് കമൻറ്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അതിൽ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം. ഓക്കെ, ഷമീർ, മണിലാൽ, കാർത്തിക്, അങ്കിത, ദിവ്യ, ഷഫീഖ്, നിജിയ അജ്മൽ, അഖിൽ CS, അമീന PA, റിയ ദാസ്, മേരി, അശ്വിൻ, വിഷ്ണു, ആശ, സുഭാഷ്, ശ്യാമ, ഗീതാഞ്ജലി, ആദിത്യൻ, അഹമ്മദ്, അഭിനന്ദ്, ജീവ, ഹരി, സിദ്ധാർത്ഥ്, സോണി, ജേക്കബ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് എന്താണ് pH സ്കെയിൽ എന്നുള്ളതാണ്. അതായത് ഒരു വസ്തു അസിഡിക് സ്വഭാവമാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണോ, ആൽക്കലീൻ തന്നെയാണ് നമ്മൾ ബേസിക് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അസിഡിക് സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണോ എന്ന് രേഖപ്പെടുത്തുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, pH സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ pH സ്കെയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് അസിഡിക് സ്വഭാവമാണോ അല്ലെങ്കിൽ ബേസിക് സ്വഭാവമാണോ എന്നുള്ളത്. ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഈ pH സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് സൊറാൻസൺ ആണ്. ആരാണ്? സൊറാൻസൺ. pH സ്കെയിലിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. എന്താണ് pH സ്കെയിലിൻ്റെ പൂർണ്ണരൂപം? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ കേട്ടോ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഇനി pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം എന്ന് പറയുന്നത് 0 to 14 വരെയാണ്. എന്താണ് pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യം? 0 തൊട്ട് 14 വരെ. അതേപോലെ തന്നെ pH വാല്യൂ എന്ന് പറയുന്നത് 7നേക്കാളും താഴെയാണെങ്കിൽ ആ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ആ ഒരു വസ്തുവിന് അസിഡിക് സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. 7ന് താഴെയാണെങ്കിൽ അസിഡിക്, 7ന് താഴെയാണെങ്കിൽ അസിഡിക്, 7ന് മീതെയാണെങ്കിൽ എന്തായിരിക്കും? ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാലാണ്. പാലിൻ്റെ എത്രയാണ് pH വാല്യൂ? 6.5, ചായയുടെ 5.5, കോഫിയുടെ 5, ബിയർ 4.5. അപ്പോൾ ഈ 4 നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം തന്നെ പാൽ ആലോചിക്കുക. പാലിൻ്റെ 6.5 നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. പാലിൻ്റെ എത്രയാണ്? 6.5. ഇനി ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം പാൽ കുടിക്കും അല്ലേ? പാൽ കുടിച്ചിട്ട് കുറേ വർഷം കഴിയുമ്പോൾ നമ്മൾ പിന്നെ പതുക്കെ ചായ കുടിക്കാൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ കോഫി കുടിക്കും, പിന്നെ ബിയർ കുടിക്കും. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനാണ് കേട്ടോ. ബിയർ കുടിക്കും എന്നല്ല, ജസ്റ്റ് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് മിൽക്ക്, പിന്നെ ചായ, പിന്നെ കാപ്പി, പിന്നെ ബിയർ. അപ്പോൾ അതേ ഓർഡറിൽ തന്നെയാണ് ഇതിൻ്റെ വാല്യൂസും വരുന്നത് കേട്ടോ. ആദ്യം എന്താണ് നമ്മുടെ വാല്യൂ? 6.5 ആണ്. അപ്പം കുഞ്ഞു കുട്ടിയാകുമ്പോൾ പാൽ കുടിക്കും, പിന്നെ കുറേ വർഷം കഴിയുമ്പോഴായിരിക്കും ചായ കുടിക്കുന്നത്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഒരു വാല്യൂ ഇവിടെ കുറയും കേട്ടോ. കുറച്ച് ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഒരു വാല്യൂ കുറയും. 6.5 എന്നുള്ളത് 5.5 ആയിട്ട് മാറും. അത് കഴിഞ്ഞ് ചായയിൽ നിന്ന് കാപ്പിയിലേക്ക് മാറാൻ അത്രയ്ക്ക് സമയം വേണ്ടല്ലോ. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാണ്ട് തന്നെ നമ്മൾ കാപ്പിയും കുടിക്കുന്നു വിചാരിക്കുക. അപ്പോൾ കാപ്പിയുടെ എത്രയാണ്? 5. ഇവിടെ ഒരു 0.5 ആണ് കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1 കുറഞ്ഞു, കാരണം അത്രയും വർഷം കഴിഞ്ഞിട്ടാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ 5.5 കഴിഞ്ഞിട്ട് ഒരു 0.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, ഇനി കാപ്പിയിൽ നിന്ന് ബിയറിലേക്ക് മാറുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് അത്യാവശ്യം വലുതായി കഴിയുമ്പോഴല്ലേ. അപ്പോൾ ബിയറിൻ്റെയും ഒരു 0.5 തന്നെയാണ് കുറയുന്നത്. എത്ര കിട്ടും? 4.5 കിട്ടും. അപ്പോൾ ഈ 4 പഠിച്ചല്ലോ. അതായത് പാൽ എത്രയാണ്? 6.5, ചായ 5.5, ഒരെണ്ണം കുറഞ്ഞു, പിന്നെ ഇവിടെ 0.5 കുറഞ്ഞു, ഇവിടെയും 0.5 കുറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. ഒന്ന് കടൽ വെള്ളം, പിന്നെ ഒന്ന് ശുദ്ധജലം, പിന്നെ മഴവെള്ളം, പിന്നെ ആസിഡ് റെയിൻ. ഇങ്ങനെയാണ് അടുത്ത 4 കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഓർക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആരാണ്? കടൽ വെള്ളമാണ്. അപ്പോൾ കടൽ വെള്ളത്തിൻ്റെ 8 ആലോചിക്കുക. എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇവിടെ പാലിൻ്റെ എത്രയായിരുന്നു? 6.5. ഇവിടുത്തെ കടൽ വെള്ളത്തിൻ്റെ 8 ആലോചിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ കടൽ വെള്ളമൊക്കെ എങ്ങനെ ചൂടായി, അതായത് ഇവാപ്പറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പ്യുവർ വാട്ടർ നമുക്ക് കിട്ടുമല്ലോ. ഇനി അടുത്തത് നമുക്ക് ഈ 4 എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് നമ്മുടെ കടൽ വെള്ളമൊക്കെ എന്താ പറയണ്ടേ, ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ബാഷ്പീകരിച്ചിട്ട് പ്യുവർ വെള്ളം കിട്ടുമല്ലോ അല്ലേ? അതായത് കടൽ വെള്ളത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന വെള്ളം നല്ല പ്യുവർ ആയിരിക്കില്ലേ? അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത്, പ്യുവർ വാട്ടർ കേട്ടോ. അതിൻ്റെ എത്രയാണ് വന്നേക്കുന്നത്? 1 കുറഞ്ഞു, 8ൽ നിന്ന് 1 കുറഞ്ഞു, 7 കിട്ടി. അപ്പോൾ പ്യുവർ വാട്ടറായി. അതാണ് പിന്നെ മഴയായിട്ട്
പെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ല എൻ്റെ സൈക്കിൾ വരുന്നത്. അതായത് കടൽ വെള്ളം ആദ്യം ബാഷ്പീകരിച്ച് പ്യുവർ ഫോം ആവും, അതാണ് പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്നത്. അതിൻ്റെ pH വാല്യൂ എത്രയാണ്? 7. ഇത് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണ് കേട്ടോ. ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണ്? 7. ഇനി ആ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ശുദ്ധജലം പിന്നെ മഴയായിട്ട് പെയ്യും. അപ്പോൾ അടുത്തത് ആരാണ്? നമ്മുടെ റെയിൻ വാട്ടറാണ്. അപ്പോൾ ഇതിനേക്കാളും ഒരെണ്ണം കുറഞ്ഞു റെയിൻ വാട്ടർ. എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് സീ വാട്ടറിൻ്റെ എത്രയാണ്? ഞാൻ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക, 8ആണ്. കടൽ വെള്ളത്തിൽ നിന്ന് പ്യുവർ ഫോം ഓഫ് വാട്ടർ വന്ന് അത് നമുക്ക് എത്ര കിട്ടും വാല്യൂ? അതായത് ശുദ്ധജലത്തിൻ്റെ 7 കിട്ടും. പിന്നെ അത് മഴയായിട്ട് പെയ്യും. അപ്പോൾ അതിനേക്കാളും 1 കുറഞ്ഞു. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. ഓക്കെ. ഇനി ഈ മഴവെള്ളം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള സൾഫർ ഡയോക്സൈഡ് ആയിട്ടൊക്കെ കമ്പൈൻ ചെയ്യും. എന്നിട്ടല്ലേ ആസിഡ് റെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ മഴവെള്ളത്തിന് ശേഷം ഏതാണ് അടുത്ത് വരുന്നത്? ആസിഡ് റെയിൻ ആണ്. അപ്പോൾ ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ മഴവെള്ളത്തിനേക്കാളും കുറവാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് വരുന്നത്? 4 to 5.5 വരെ കേട്ടോ. എന്തുകൊണ്ടാണ് 4 to 5.5 എന്ന് പറയാൻ കാര്യം? കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ പോലത്തെ സൾഫർ ഡയോക്സൈഡിനൊക്കെ അപേക്ഷിച്ചിരിക്കും, അതിൻ്റെ പ്രസൻസൊക്കെ അപേക്ഷിച്ചിരിക്കും ഇതിൻ്റെ വാല്യൂ വരുന്നത്. അതുകൊണ്ടാണ് ആസിഡ് റെയിൻ നമുക്കറിയാം ആസിഡിക് ആണ്, ആസിഡ് അല്ലേ? അപ്പോൾ എന്തായാലും 7നേക്കാളും കുറഞ്ഞ വാല്യൂ ആയിരിക്കും. ഇനി റെയിൻ വാട്ടറിനേക്കാളും കുറഞ്ഞ വാല്യൂ, അതായത് 6നേക്കാളും കുറഞ്ഞ വാല്യൂ എത്ര എടുക്കുന്നത്? 4 to 5.5 വരെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ 2 സെറ്റ് ക്ലിയർ ആയല്ലോ. നിങ്ങളപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കയറാം. അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് നോക്കിക്കോ. ബ്ലഡ്, സെലൈവ, യൂറിൻ, സ്കിൻ, ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ്, അതിൻ്റെ എത്രയാണ് pH വാല്യൂ? 7.4 ആണ്. അടുത്തത് നമ്മുടെ സെലൈവയാണ്. സെലൈവയുടെ pH വാല്യൂ എത്രയാണ്? 6.5 തൊട്ട് 7.4 വരെ ആവാം. ഓക്കെ. ഇനി അടുത്തത് യൂറിനാണ്. യൂറിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. സ്കിന്ന്, നമ്മുടെ ത്വക്കിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5.5 ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1.5 തൊട്ട് 3.5 വരാം. ഓക്കെ. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് വാല്യൂ നിങ്ങളങ്ങ് പഠിച്ചു വയ്ക്കുക. ബ്ലഡിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 7.4 ആണ്. അതായത് നമുക്കറിയാം 7നേക്കാളും മീതെ വരികയാണെങ്കിൽ എന്ത് ക്യാരക്ടർ ആയിരിക്കും, എന്ത് സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്? ബേസിക് അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് കുറച്ച് എന്താ പറയണ്ടത്, ബേസിക് സ്വഭാവം അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. കുറച്ച് കേട്ടോ. അതാണ് 7.4 എന്ന് വന്നേക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെയുള്ളത് നമുക്ക് നോക്കാം സെലൈവ. നമ്മുടെ സെലൈവ എന്ന് പറയണത് 6 ഇനി ഇതിനേക്കാളും കുറഞ്ഞു വരികയാണ് കേട്ടോ. അതായത് ആദ്യം ബ്ലഡ് കഴിഞ്ഞു, പിന്നെ സെലൈവ. സെലൈവ എന്ന് പറയുമ്പോൾ 6.5 തൊട്ട് 7.4 വരെ. അപ്പോൾ സെലൈവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഉമിനീരാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അനുസരിച്ചായിരിക്കും ഈ ഉമിനീരിൽ വരുന്ന pH വാല്യൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ വാല്യൂ 6.5 തൊട്ട് 7.4 എന്നുള്ള ഒരു റേഞ്ച് വരാൻ കാര്യം. ഓക്കെ. അപ്പോൾ ആദ്യം ബ്ലഡാണ്. ബ്ലഡ് കുറച്ച് ബേസിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആൽക്കലി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ബ്ലഡിൻ്റെ pH വാല്യൂ എത്രയായിരിക്കും? 7നേക്കാളും കുറച്ച് കൂടുതൽ, അതായത് 7.4 വന്നു. പിന്നെ ആലോചിക്കേണ്ടത് എന്താ? ബ്ലഡ് കഴിഞ്ഞ് അടുത്ത് വരുന്ന ആരാണ്? സെലൈവയാണ്. അതായത് ഉമിനീര്. ഉമിനീരിൻ്റെ വാല്യൂ എത്ര? ഇതിനേക്കാളും കുറച്ച് കുറവ്, അതായത് 6.5 തൊട്ട് 7.4 വരെ. അടുത്ത് വരുന്ന യൂറിനാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ യൂറിൻ്റെ വരുമ്പോൾ എത്രയായിരിക്കും? ഇതിനേക്കാളും ഒരു 0.5 കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിനേക്കാളും ഒരു 0.5 കുറഞ്ഞു. ഓക്കെ. അപ്പോൾ യൂറിൻ കിട്ടിയല്ലോ 6. ഇനി സ്കിൻ ആലോചിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അതായത് നമുക്കറിയാം നമുക്ക് എത്ര ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്? 5 എണ്ണം ഇല്ലേ? അപ്പോൾ അതിലത്തെ ഏറ്റവും വലുത് ഏതാണ്? സ്കിന്നല്ലേ? ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് സ്കിന്നാണല്ലോ, ത്വക്കാണല്ലോ. അപ്പോൾ അത് തന്നെ 5 എണ്ണം ഉണ്ട് അല്ലേ നമുക്ക്. അപ്പോൾ നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ത്വക്കാണ്. അപ്പോൾ സ്കിന്നിൻ്റെ നമുക്ക് ആ 5 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ 5.5 നമുക്കിവിടെ എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അത്ര എളുപ്പമൊന്നുമല്ല, എന്നാലും നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് കഴിയുമ്പോഴേക്കും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്കിന്ന് കിട്ടി, 5.5 കിട്ടി. ഇനിയുള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസാണ്. ബോഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എന്താ പറയണ്ടേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലത്തെ ആസിഡ്സ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1.5 to 3.5 ആണ്. അപ്പോൾ നമുക്കറിയാം ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആണ്, ഭയങ്കര അസിഡിക് ആണ് അല്ലേ ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1.5 to 3.5 അങ്ങനെ ആലോചിച്ച് വെച്ചാലും മതി. ഭയങ്കര അസിഡിക് ആണ് നമ്മുടെ ബോഡിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പോൾ വാല്യൂ 7നേക്കാളും ഭയങ്കര കുറവായിരിക്കും. എത്രയാണ് വരുന്നത്? 1.5 to 3.5. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ചോര അല്ലെങ്കിൽ ബ്ലഡിൻ്റെ വാല്യൂ കുറച്ച് ബേസിക്കാണ്, 7.4 കിട്ടി. അതിനേക്കാളും കുറവായിരിക്കും എന്ത്? നമ്മുടെ ഉമിനീര്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.5 to 7.4 വരെയാണ്. പിന്നെയുള്ളത് നമ്മുടെ യൂറിനാണ്. ഇതിനേക്കാളും
കുറഞ്ഞു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ സ്കിന്ന് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു 5 സെൻസ് ഓർഗൻസ് ഉണ്ട്, അതിലത്തെ ഏറ്റവും വലുത് ഏതാണ്? സ്കിന്നാണ്. അപ്പോൾ അത് നമുക്ക് 5.5 ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെയുള്ള ഗ്യാസ്ട്രിക് ജ്യൂസാണ്, അത് ഭയങ്കര അസിഡിക് ആണെന്ന് വിചാരിക്കുക. ഭയങ്കര അസിഡിക് എന്ന് പറയുമ്പോൾ 1 തൊട്ടും ഇത്, അതായത് 1.5 തൊട്ട് 3.5 വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു വാല്യൂ. ക്ലിയർ ആയല്ലോ? അടുത്ത 2 നോക്കാം. ഒന്ന് ലൈം വാട്ടർ ആണ്. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം കേട്ടോ. അപ്പോൾ ലൈം വാട്ടറും അതേപോലെ തന്നെ ലൈം ജ്യൂസാണ്. ലൈം ജ്യൂസ് എന്താ? നാരങ്ങ വെള്ളം. അപ്പോൾ ലൈം വാട്ടർ, ലൈം ജ്യൂസ്, ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ലൈം വാട്ടറിൻ്റെ എത്രയാണ് വരുന്നത്? 12.4 ആണെങ്കിൽ ലൈം ജ്യൂസിൻ്റെ വരുന്നത് 2.4. അപ്പോൾ രണ്ടും ഒരേപോലെ അല്ലേ? 12.4ഉം 2.4ഉം. ലൈം വാട്ടറും ലൈം ജ്യൂസും കേട്ടോ. ലൈം വാട്ടറും ലൈം ജ്യൂസും സെയിം അല്ല. ലൈം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളമാണ്. ലൈം ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം. 12.4, 2.4. ക്ലിയർ ആണല്ലോ? അപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ പഠിച്ചല്ലോ. എത്രയായിരുന്നു നാരങ്ങ വെള്ളത്തിൻ്റെ വാല്യൂ? 2.4. ചുണ്ണാമ്പ് വെള്ളം 12.4. നാരങ്ങ വെള്ളം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിനീഗർ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. വിനീഗറിൻ്റെ വാല്യൂ എത്രയാണ്? 4.2 ആണ്. അതായത് നമ്മളിപ്പോൾ ചിലപ്പോൾ കറികളിലൊക്കെ ഈ ഒന്നല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാനില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് വിനീഗർ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ വിനീഗറും നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ലൈം വാട്ടറിന് നമുക്ക് എത്ര കിട്ടിയ? 2.4 കിട്ടിയത്. അപ്പോൾ വിനീഗറിൻ്റെ വാല്യൂ എത്ര? തിരിച്ചിടുക കേട്ടോ, 4.2. ക്ലിയർ ആവുണ്ടല്ലോ? നമുക്ക് നോക്കാം. ഓറഞ്ച് ജ്യൂസ്, മുന്തിരി ജ്യൂസ്, തക്കാളി, ഈ 3 കേട്ടോ. അപ്പോൾ ഓറഞ്ച് ജ്യൂസും മുന്തിരി ജ്യൂസും തക്കാളിയൊക്കെ ഇത്തിരി പുളിയുള്ളതല്ലേ? അപ്പോൾ എന്തായാലും അസിഡിക് സ്വഭാവമായിരിക്കും, അതായത് അസിഡിക് ബിഹേവിയർ ആയിരിക്കും കേട്ടോ. ഏതൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസിൻ്റെ 3.1 to 4.1, പിന്നെ മുന്തിരി ജ്യൂസിൻ്റെ 3.4 to 4.5, പിന്നെ തക്കാളി എത്രയാണ്? 4.3 to 4.9 ആണ്. അപ്പോൾ ഏറ്റവും പുളിയുള്ളത് നിങ്ങൾ ഓറഞ്ച് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ എത്ര? 3.1 ആണ് വരുന്നത്. പിന്നെ വരുന്നത് മുന്തിരി, അതായത് 3.4, പിന്നെ തക്കാളി ഇത് 3.4 ആണെങ്കിൽ ഇത് തുടങ്ങുന്നത് 4.3. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓർമ്മയിൽ വരണം എന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിയുമ്പോഴേക്കും 2 or 3 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ ഇത് നിൽക്കും കേട്ടോ. അതായത് ഒരു ദിവസം ഒരുപാട് നേരം ഒരേ ടോപ്പിക്ക് നോക്കാതെ പല തവണയായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ റീകളക്ട് ചെയ്യുക. അപ്പോൾ കുറേയൊക്കെ ഈ ഗ്രൂപ്പ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.